ദേശസ്നേഹികളെ, വിദ്യാസമ്പന്നരായ നാട്ടുകാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച അവസരം ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. നമ്മളായിരിക്കുന്ന ലോകം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നു മാറിയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഭയപ്പെടുത്തുന്നതും ഭയാനകവുമായ മാറാരോഗങ്ങളും. ഇപ്പോഴൊക്കെ പനിയുടെ സീസണാണ്. ഒരു ദിവസം പനിക്ക് വേണ്ടി ചികിത്സയ്ക്കെത്തുന്നത് 20,000 മുതൽ 30,000 പേരാണ് ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുന്നത്. പണ്ടൊക്കെ പനി എന്ന് പറയുന്നത് സർവ്വസാധാരണമായി വന്നു പോകുന്ന ഒരു അസുഖമായിരുന്നു. എന്നാൽ ഇന്ന് പനി വന്നാൽ പോലും അത് മനുഷ്യന് മരണകാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിരലുകൾ നമ്മുടെ സ്വന്തം കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയില്ലേ? ഇനിയും നാം എന്തെല്ലാം കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഇരിക്കുന്നു. അങ്ങനെ എല്ലാ നിലകളിലും വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി കഴിച്ചുകൂട്ടേണ്ടതായ ഒരു കാലയളവാണ്. എന്നാൽ ഇതെല്ലാം തന്നെ പാടെ മറന്നുകൊണ്ടുള്ള മനുഷ്യന്റെ ജീവിതം കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുകയാണ്. മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെയൊക്കെ മുഴു പാപത്തിന് പരിഹാരമായിട്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റുതന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ഞങ്ങൾ ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഞങ്ങൾ കല്ലൂർ അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ, അതിന്റെ പുത്രിക സംഘടനയായിരിക്കുന്ന ഇവാഞ്ചലിസം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളെ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളം, സമ്പൂർണ്ണ സാക്ഷരതയുടെ കേരളം, ഒരുപാട് ആത്മീയ നേതാക്കന്മാരും ആത്മീയ സമ്മേളനങ്ങളും അരങ്ങ് തകർക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇന്നെങ്കിലും ജാതിപ്പോരും മതപീഡനവും വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും കൊണ്ടുവന്ന് മനുഷ്യനെ കാട്ടുമൃഗങ്ങളെ പോലെ കൊന്നൊടുക്കുകയാണ്. കാടപ്പം പിടിച്ച മനുഷ്യന് ജന്മം നൽകിയ അമ്മയാരെന്നറിയില്ല, അപ്പനെ അറിയില്ല, സഹോദരങ്ങളെ അറിയില്ല, അയൽക്കാരനെ അറിയില്ല, രക്തബന്ധങ്ങളെ അറിയില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ ഇവിടുത്തെ ശ്രവണ ദൃശ്യ മാധ്യമങ്ങളിൽ പരിശോധിക്കണം. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയായി? നമുക്കറിയാം, ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഈ ചുറ്റുപാടുകളിൽ